നമസ്തേ. അധ്യാത്മരാമായണത്തിലെ ഉത്തരകാണ്ഡത്തിലെ 2ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. രാവണൻ ജ്യേഷ്ഠനായ കുബേരനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പുഷ്പക വിമാനമൊക്കെ കൈക്കലാക്കി ഇനി ലോകത്തെ ജയിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത്രയും വലിയ മഹർഷിയുടെ വിശ്രവസൻ്റെ പുത്രനായ അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൂരനായത് എന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാവുന്നത്, അദ്ദേഹം രാവണൻ പറയുന്നുണ്ട്, സഹോദരനല്ലേ കുബേരൻ, നമ്മൾ വഴക്കിന് പോകണ്ട എന്നാദ്യം പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പ്രഹസ്തൻ എന്ന രാക്ഷസൻ, അത് കസിനാണ് രാവണൻ്റെ, അദ്ദേഹം പറയുന്നു, നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, അസുരന്മാരും ദേവന്മാരും കണ്ടില്ലേ, എന്നും യുദ്ധമല്ലേ, അവർ തമ്മിൽ എന്നും വഴക്കാണല്ലോ, അപ്പോൾ പിന്നെ എന്നാ നമ്മളിങ്ങനെ ചെയ്തു എന്നൊട്ടൊരു കുഴപ്പമില്ല എന്നാണ് പ്രഹസ്തൻ പറയുന്നത്. അപ്പോൾ ഒരു ദുർജന സംസർഗം എങ്ങനെ എന്നും കൂടെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ രാക്ഷസരെല്ലാവരും കൂടി തന്നെ രാവണനെ ഒരു കരുവാക്കി കളിക്കുന്നു എന്നും നമുക്ക് പറയാനാവും. രാവണൻ്റെ അപാരമായ ശക്തിവിശേഷം കൊണ്ട് നമ്മൾക്ക് വേണ്ടതെല്ലാം നേടിയെടുത്ത് സുഖമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് അവർ കരുതുന്നത് എന്ന് കാണാം. അപ്പം ഇനി കൈലാസോദ്ധാരണമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. കൈലാസോദ്ധാരണം. അഗ്രജൻ തന്നെ ജയിച്ചു ദശാനനൻ നിർഗമിച്ചിടിനാൻ പുഷ്പകത്തിന്മേലെ വന്നു ശരവണദേശമണഞ്ഞപ്പോൾ നന്നായുറച്ചിളകാഞ്ഞിതു പുഷ്പകം. എന്തിതിൻ കാരണമെന്നു ദശാനനൻ ചിന്തിച്ചുഴന്നതു കണ്ടു മാരീചനും ചൊന്നാൻ, ധനധനയെന്നിയെ പുഷ്പകമന്യജനത്തെ വഹിക്കയില്ലെന്നതോ മറ്റൊരു കാരണമുണ്ടാകയോ, ഇതിൽ കുറ്റമെന്തോന്ന് വിചാരിച്ചു കാണണം എന്നു പറഞ്ഞിരിക്കുന്ന നേരം തത്ര നന്ദീശ്വരനൊരു വാനരവേഷമായി ചെന്നുര ചെയ്താനും, ഉമാവതി ശങ്കരൻ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ നീലകണ്ഠൻ നൃത്തമാടും പ്രദേശമിതാർക്കുമൊരിക്കലും വന്നുകൂടായല്ലോ. എങ്കിൽ തിരികെ നീ വന്ന വഴിക്കിനി കാലേ ഗമിച്ചു കൊള്ളേണം യഥോചിതം. ധിക്കാരം ഉൾക്കൊണ്ടു തന്നെ മരിപ്പതിനുൾക്കടാഹങ്കാരമോടു വരായിക നീ എന്നതു കേട്ടു ദശാസ്യനും അന്നേരം എന്നോട് വന്നൊരു വാനരൻ ചൊന്നതു നന്നെന്ന അപഹാസവും ചെയ്തവനൊന്നലറിച്ചിരിച്ചിടിനാനേറ്റവും നിന്ദിച്ചു ചൊന്നതു കേട്ടു കോപം പൂണ്ടു നന്ദീശ്വരനും അവനോട് ചൊല്ലിനാൻ, ഇപ്പോൾ വധിക്കുന്നതില്ല ഞാനെന്നുമേ പത്മോത്ഭവൻ തവ തന്ന വരത്തിനാൽ. വാനരനെന്നു നീ നിന്ദിച്ച കാരണം വാനരന്മാരാൽ വരും കുലനാശവും ദേവദ്വിജേന്ദ്രന്മാരെ പീഡിപ്പിച്ചിനി
കേവലമായുർവിനാശം വരികതേ എന്നു നന്ദീശ്വര ശാപമുണ്ടായതും ഒന്നുമറിഞ്ഞീല. രാക്ഷസരാജനും ശങ്കരനാകുന്ന ദേവനെന്നിങ്ങനെ ശങ്ക കൂടാതെ അടുത്താൻ ദശാനനൻ. നേർവഴിയെ മമ പോകരുതെങ്കിൽ നീ പോവതൊഴിച്ചുകൾ നാഥനെന്നാകിലോ എന്നു പറഞ്ഞിളക്കിയിടിനാൻ. കൈലാസമൊന്നു കുലുങ്ങിയന്നേരം പരവശാൽ ചന്ദ്രചൂഡാനുചരന്മാർ വിറച്ചിതും ചന്ദ്രാനനയായ പാർവതീദേവിയും ആടൽ പൂണ്ടോടി വിയർത്തു ഭയം പൂണ്ടു ഗാഠമാലിംഗനം ചെയ്തരുളേടിനാൾ. ലോകമാതാവ് പുണർന്നതു കണ്ടനുരാഗവചനായി ചിരിച്ചു മഹേശനും. ചാരുപാദാങ്കുഷ്ടമൂന്നിക്കളിച്ചതും നേരമുറച്ചിതു കൈലാസശൈലവും കൈകസീപുത്രനും ശൈലമിളക്കിയ കൈകളിരുപതും പർവ്വതം തന്നുട കീഴായി ഞെരുങ്ങിച്ചമഞ്ഞതു കാരണമൊഴിയുമാഴിയും ശൈലവനങ്ങളും കേഴുന്ന നാദങ്ങൾ കേട്ടു വിറച്ചിത് ലോകത്രയത്തിങ്കലുള്ള ജനങ്ങളും ശോകം കലർന്നു ഭയവിവശന്മാരായി ഹസ്തങ്ങളെയങ്ങു വീണയാക്കിക്കൊണ്ടു തത്രൈവ സാമഗാനം ചെയ്ത നാരദം. മൃത്യുഞ്ജയനെ ഭജിച്ചാനതു നേരം ഭക്തിയും വർദ്ധിച്ചിതു ദശഭക്തനും. 1000 സംവത്സരം പുനരങ്ങനെ പോയിതു കാലം. ദശാസ്യനതു കാലം കാലാരി കാരുണ്യപൂർണ ചിത്തേന തൃക്കാലുമയച്ചരിയേ ചെന്നരുൾ ചെയ്തു. ഇത്രിലോകത്തിങ്കൽ നിന്നെ കണക്ക മറ്റിത്ര ബലവാന്മാരില്ലൊരുവരും. രാവും ത്വദീയം നിറഞ്ഞു ജഗത്രയേ രാവണനെന്നതിനാൽ തവ നാമവും. ചന്ദ്രഹാസം നിനക്കായുധവും തരാം. സന്തുഷ്ടനായേൻ ഭവാനെക്കുറിച്ചു ഞാൻ. ഇന്നു തുടങ്ങി ഭജിച്ചുകൊൾകെന്നെ നീ. വീണ്ടും വഴിയഗമിച്ചാലുമേതുമേ വേണ്ട വിഷാദമനുസരിച്ചേനകം. ഭക്ത്യാ നമസ്കൃത്യ രാവണനന്നേരം സത്വരം പുഷ്പകമേറി നടകൊണ്ടാൻ. ക്ഷിപ്രം ഹിമവൽഗിരിവരകാനനേ സുപ്രീതി പൂണ്ടു വസിച്ചാൻ ദശാസ്യനും. തത്രൈവ കണ്ടാനൊരാശ്രമത്തിങ്കൽ അത്യുത്തമയാകിയ കന്യക തന്നെയും ചിത്രഭാനുപ്രഭയോടും തപോധനവൃത്തിയോടും കണ്ടു ചൊന്നാൻ ദശാസ്യനും. സർവസ്ത്രീവർഗവും കണ്ടാൽ വണങ്ങുന്ന സർവമനോഹരിയായ നീ ഇങ്ങനെ ദിവ്യഭോഗങ്ങൾ ഉപേക്ഷിച്ചു സമ്പൂർണ്ണ യൗവനവും വെറുതെ കളഞ്ഞാകുലാൽ സർവേന്ദ്രിയങ്ങളെയും ജയിച്ചത്രൈവ സർവദാ താപസിയായി വസിക്കുന്ന നിൻ ദുർവാഞ്ചിതമതമെന്നോടു ചൊല്ലുക. ഉർവശിയോ നീ, തിലോത്തമയോ, മറ്റു സർവാണിയോ, മഹാലക്ഷ്മിയോ ചൊല്ലു നീ. താതനാകുന്നതാരമ്മയാകുന്നതാർ ചേതോഹരേ പറഞ്ഞിടുമടിയാതെ. പന്തി കണ്ടോക്തികളിങ്ങനെ കേട്ടോരു ബന്ധുരഗാത്രിയും മന്ദമുര ചെയ്തു. വേദാധ്യയനപരായണനായ അതിബോധവാനായ ബൃഹസ്പതി നന്ദനൻ നാംനാ കുശധ്വജനാം മുനി തന്നെ വാങ്മയിയാകിയ പുത്രി ഞാൻ കേൾക്കനീ. വേദജ്ഞന്മാരായ താപസന്മാർ മമ വേദവതി എന്നു നാമവും ചൊല്ലിനാർ. എന്നെ പരിഗ്രഹിച്ചിടുവാനായി കൊണ്ടുവന്നാർ പലരും. അപ്പോൾ മമ താതനും കന്യക തന്നെ തരികയില്ലെന്നാശു ചൊന്നതു കേട്ടടങ്ങിയിടിനാനേവരും. എന്നുടെ നന്ദനാ വല്ലഭനാകണം മാധവനെന്നു ചിന്തിച്ചു കൊടാഞ്ഞിത്. എന്നെ നൽകാഞ്ഞ മൂലം മമ താതനെ കൊന്നാൻ ചതിച്ചൊരു രാക്ഷസൻ ക്രുദ്ധനായി. മാതാവു താനും അപ്പോൾ മരിച്ചിടിനാൻ. മാധവനെക്കുറിച്ചന്നു തുടങ്ങി ഞാൻ താതൻ നിനച്ചത് സാധിച്ചു കൊള്ളുവാൻ. പീതാംബരൻ മമ കാന്തനായിടണമെന്നു കൽപ്പിച്ചു തപസ്സു ചെയ്യുന്നിതു നന്നായി. വരിക പോയാലും ഭവാനെങ്കിൽ ഉഗ്രമായി ചെയ്ത തപസ്സിനാലേ ജനമുഖ്യനായി വന്നു ഭവാനെന്നറിഞ്ഞു ഞാൻ. ഇത്തമാകർണ്യ ദശാനനനും വിമാനത്തിങ്ക നിന്നുടൻ താളത്തിറങ്ങിനാൻ. ചൊല്ലിനാൻ വേദവതിയോട്, രാവണനില്ല സൗജന്യം നിനക്കു മനോഹരേ. വല്ലഭേ കേൾ,
മമ കൈകളിലൊന്നോളം ഇല്ല ബലമിടോ വിഷ്ണുവിനോർക്ക നീ. പോരും തപസ്സിനി നിന്നുടെ യൗവനം നാരീമണേ വെറുതെ കളയായിടോ. വാക്യമേവം കേട്ടു ചൊല്ലിനാൾ താപസി, യോഗ്യമല്ലാത്തതെന്നോടു ചൊല്ലായിക നീ. എന്നവൾ ചൊന്നതു കേട്ടു ദശാനനൻ ചെന്നു തലമുടി ചുറ്റിപ്പിടിച്ചിത് വന്ന കോപത്താൽ പറഞ്ഞിതു താപസി, എന്നെ നീ തൊട്ടതു കാരണം ഇന്നു ഞാൻ നിന്നെ വധിക്കുന്നതില്ലതു ചെയ്യിലോ. വന്നു പോമല്ലോ തപസ്സിനു നാശവും, ഇദ്ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ചിനിയൊരു സദൃത്തയായൊരു ഭൂപതിപുത്രിയായി വന്നു ജനിപ്പൻ അയോനിജയായുടൻ വന്നിടുമെന്നു നിനക്കു മരണവും. എന്നെക്കൊണ്ടേതുമനുഭവം കൂടാതെ വന്നു പോകേണം കുലനാശവും തവ. കന്യകതാനും ഈ വണ്ണം ശപിച്ചുടൻ തന്നുടെ യോഗമഹാഗ്നിയിൽ ദേഹവും നന്നായി ദഹിപ്പിച്ചിതെന്നു ധരിച്ചാലും ഇന്നു സീതാദേവിയായതവളല്ലോ. നാരായണനായതു ഭവാൻ നിർണയം കാരണം രാവണനാശത്തിനെന്നതും. പിന്നെ വിമാനവുമേറി ദശാനനൻ ചെന്നു മരുത്തനാം മന്നവൻ തന്നുടെ യാഗശാലാജിരേ. ദേവകളന്നേരം വേഗാൽ മറഞ്ഞിതു വേഷപ്രച്ഛന്നരായി. ഇന്ദ്രൻ മയൂരമായി അന്തകൻ കാകനായി അന്നമായി തന്നെ മറഞ്ഞു വരുണനും കിന്നരേശൻ കൃകലാസമായും തഥാ ഒന്നുമിളകാതിരുന്നു മരുത്തനും. അന്നേരമാശു പറഞ്ഞു ദശാസ്യനും, ഒന്നുകിലെന്നോട് യുദ്ധം തുടങ്ങുക, നന്നായി വണങ്ങുക ഓർക്കരുതെങ്കിലോ എന്നു ദശാസ്യൻ പറഞ്ഞതു കേട്ടത മന്നവനായ മരുത്തനും ചൊല്ലിനാൻ. എന്തു പറഞ്ഞിതു ചാബല്യ വാക്കുകൾ, അന്തകൻ വീട്ടിനു പോകണമെന്നതോ. ചൊല്ലു നീ ആരെന്നുവെന്നോടു വൈകാതെ ചൊല്ലിനാൻ ഉത്തരമപ്പോൾ ദശാസ്യനും. എന്നോടു പേടി കൂടാതെ ഒരുത്തനും മന്നവരാരുമേ ചൊന്നവരില്ല കേൾ. രാക്ഷസരാജാവോയ് ശ്രവണാനുജൻ കേൾക്ക, പൗലസ്ത്യതനയൻ ദശാനനൻ വിഗ്രഹമെത്രയും ഘോരമായി ചെയ്തളവഗ്രജൻ തന്നെ ജയിച്ചേനറിയ നീ. പുഷ്പകമായ വിമാനം അവനോടു കൽപ്പോടു യുദ്ധേ പറിച്ചുകൊണ്ടേനഹം. യുദ്ധമാകർണ്യ ചിരിച്ചു മരുത്തനും, എത്രയും നല്ല ധർമ്മിഷ്ഠനല്ലോ ഭവാൻ, താതനു തന്നെ സമാനനാകും. ജ്യേഷ്ഠഭ്രാതാവിനെ ജയിച്ചോരു നീ നിർമ്മലൻ, ദുഷ്ടനാം നിന്നെ വധിച്ചു രക്ഷിക്കണം ഇഷ്ടജനങ്ങളെ ഇല്ലകില്ലേതുമേ. യുദ്ധം പറഞ്ഞു നടന്ന നരേന്ദ്രനോടുത്തമനായ സംവത്തനും ചൊല്ലിനാൻ. യാഗമൻപോടു ദീക്ഷിച്ചാലതെന്നിയൊരാകാംക്ഷ മറ്റൊന്നിലുണ്ടാകരുതല്ലോ. പിന്നെ മഹേശ്വര സത്രവിച്ഛേദവും വന്നിടരുതതുമോർത്തുകൊള്ളേണമേ. യുദ്ധേ ജയാജയവും അറിവാൻ പണിസത്രം കഴിഞ്ഞൊഴിഞ്ഞെന്നുമരുതല്ലോ. യുദ്ധം ബൃഹസ്പതി സോദരനാം മുനിസത്തമനായ സംവർത്തൻ പറഞ്ഞപ്പോൾ ആചാര്യശാസനം കേട്ട മരുത്തനുമാചരിച്ചാനതു കണ്ടു ദശാനനൻ. രാത്രിഞ്ചരബലത്തോടും നടകൊണ്ടാനാർത്തു വിളിച്ചു വിജയഭാവത്തോടും. രാവണൻ പോയതറിഞ്ഞു ഭയം തീർന്നു ദേവകളും മഖശാലയിൽ മേവിനാർ. ഇന്ദ്രൻ വിളിച്ചു ചൊന്നാൻ മയൂരത്തോടു, സുന്ദരമാക നിങ്ങൾക്കു ശരീരവും പീലികൾ തോറും എന്നെ കണക്കെ നല്ല നീലനേത്രങ്ങളും ഉണ്ടാകയും വേണം. ഭൂമിയിൽ ഞാൻ വർഷിക്കുന്ന നേരമൊരാമോദമുണ്ടായി വരിക നിങ്ങൾക്കെല്ലാം. കാകവൃന്ദങ്ങൾക്കു കാലൻ വരം നൽകി രോഗങ്ങൾ കൊണ്ടും വയസ്സുപുക്കും നിങ്ങൾ. ചാകായി കൊരുത്തർ കൊല്ലാതെയൊരിക്കലും മൽപുരമ്പുക്കു വാഴും ജനങ്ങൾക്കെല്ലാം. ക്ഷുൽപിപാസാദികൾ തീർക്കുവാൻ മാനുഷർ ഇച്ഛയാ നൽകുന്ന പിണ്ഡം തന്നുച്ഛിഷ്ടമൊക്കവേ നിങ്ങൾ പുജിക്കുന്ന നേരത്തു തൃപ്തി വരികവർക്കെന്നു കൃതാന്തനും സുപ്രമോദേന കൊടുത്താൻ വരങ്ങളും. അന്നങ്ങളോടു വരുണനും ചൊല്ലിനാൻ. വർണ്ണം വെളുത്തു ജലാശയാന്തേ നിങ്ങൾ പങ്കജനാള സൂത്രങ്ങളും ഭക്ഷിച്ചു സങ്കടമിന്നിയേ വാണുകൊണ്ടിടുവിൻ. കിന്നരേശൻ കൃകലാസഗണത്തിനു ഖിന്നത കൈവിട്ടു നൽകിയിടിനാൻ വരം.
പൊന്മയമാം മകുടം മൂർധ്നി ചേർത്തുകൊണ്ടുന്നതന്മാരായി വസിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധം വരങ്ങളും നൽകി ഹവിർഭാഗം തൃപ്തിയാം മാറു ഭുജിച്ചു സുരഗണം എന്നു സുരലോകവും പൊക്കുമേവിനാർ. പിന്നെ മഹവരദക്ഷിണയും ചെയ്തു മന്നവനായ മരുത്തൻ മരുവിനാൻ. ഓരോ നൃപതി വീരന്മാർ വിഷയങ്ങൾ തോറുമണഞ്ഞു പറഞ്ഞിതു രാവണൻ. യുദ്ധത്തിനാശു പുറപ്പെടുവിൻ, പക്ഷേ സത്വരം വന്നു വണങ്ങുവിനല്ലായിൽ. ഇത്തരം രാവണൻ തന്നുടെ വാക്കുകേട്ടുത്തമന്മാരായ ഭൂപതി വീരന്മാർ ഗാധിസുരഥൻ പുരൂരവാവും മഹാനീതിമാനായ ദുഷ്യന്താദികളെല്ലാം അബ്ജോത്ഭവൻ തൻ വരപ്രഭാവം പാർത്തു നിർജിതന്മാർ ഞങ്ങളെന്നു ചൊല്ലിയിടിനാൻ. വന്നാനിവിടേക്കു പിന്നെ ദശാനനൻ അന്നയോധ്യാധിപനാം അനാരണ്യനോടുദ്ധതനാം ഖരവക്ത്രനുമന്നേരം യുദ്ധത്തിനായി വിളിച്ചാൻ അനാരണ്യനെ. ബദ്ധരോഷേണ പുറപ്പെട്ടു ഭൂപനും ചിത്രമാമാറു കലഹിച്ച നേരത്തു നക്തഞ്ചരേന്ദ്രൻ ചതുരംഗസേനയെ മൃത്യുപുരത്തിനയച്ചാനതു നേരം. സൈന്യനാശം കണ്ട നേരത്തു ഭൂപനും മാന്യനാം രാവണനോടെതിർത്തിയിടിനാൻ. അസ്ത്രശസ്ത്രങ്ങൾ വരിഷിച്ചിരുവരും എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. തദ്ദശായാം ദശകണ്ഠൻ ഗത കൊണ്ടു വിദ്രുതം ചെന്നടിച്ചിടിനാൻ ഭൂപനെ. താടനമേറ്റു തളർന്നു നരാധിപൻ പീഡയോടും ശപിച്ചാൻ ആശരേശനെ. മൃത്യുവരുമെനിക്കിപ്പോൾ നിശാചരസത്തമനാം നിനക്കില്ലിതിനാൽ ജയം. മിത്രവംശത്തിൽ ദശരഥഭൂപന് പുത്രനായി രാമനെന്നുണ്ടാമൊരു പുമാൻ. നിന്നുടെ വംശമശേഷമൊടുക്കിയിടും മന്നവാ, നീതു ചേക നിമിത്തമായി എന്നു ശപിച്ചിന്ദ്രലോകവും ബുക്കിതു മന്നവനാം അനാരണ്യമഹീപതി. ഇത്തമഗസ്ത്യോക്തി കേട്ടു രഘൂത്തമൻ ചിത്തമോദേന ചോദിച്ചരുളിയിടിനാൻ. അക്കാലമുള്ള രാജാക്കൾക്കൊരുവർക്കും അഗ്രേ ദശഗ്രീവനോടു യുദ്ധത്തിനു നിൽക്കരുതായി വരാനെന്തൊരു കാരണം? പൃഥ്വീപതികൾക്കു ശക്തിയില്ലാകയോ നക്തഞ്ചരേന്ദ്രനു ശക്തി പെരുക്കയോ? കുംഭോത്ഭവനതു കേട്ടു ചിരിച്ചുടൻ അംഭോജ ലോചനോടരുളി ചെയ്താൻ. എങ്കിലോ കേൾക്ക നീ പങ്കജലോചന, ഹുങ്കാരമുൾക്കൊണ്ടു ലങ്കേശ്വരൻ തഥാ. സങ്കടം ദേവാദികൾക്കു ചേർത്തുള്ളിലാതങ്കം മുനിവരന്മാർക്കും വളർത്തുടൻ ചെന്നു പൊക്കിയിടിനാൻ. മാഹിഷ്മതീപുരം തന്നിലവിടെ കൃതവീര്യനന്ദനൻ നർമ്മേച്ഛയാ നിജനാരീജനവുമായി നർമ്മദയിങ്കലാം മാറുപോയിടിനാൻ. അപ്പോൾ ദശാസ്യനനുചരന്മാരോടും പുഷ്പകത്തിന്മേലെ സഞ്ചരിക്കും വിധവും ബന്ധുരകാനന ശോഭിതമാകിന വിന്ധ്യാചലം കണ്ട നേരം കുതൂഹലാൽ നിർമ്മലവാരി നിറഞ്ഞൊഴുകിയിടുന്ന നർമ്മദയാകുന്ന പുണ്യനദി കണ്ടു തീരദേശേ തത്ര വിശ്രമിച്ചിടുവാൻ വീരനനുചരന്മാരോടു ചൊല്ലിനാൻ. ഓരോ നൃപവരന്മാരോടു പോർ ചെയ്തു പാരമുള്ള ആലസ്യമായു തീർത്തിടുവാൻ. സ്വർണനദിയോടു സമാനയാം നർമ്മദാ തന്നിലിറങ്ങി കുളിപ്പിനെല്ലാവരും. ഞാനുമിവിടെ കുളിച്ചു നിയമങ്ങളൂനം വരാതെ കഴിക്കുന്നതുണ്ടല്ലോ. മധ്യാഹ്നമായതു കാലമിപ്പോളിനി മൃത്യുഞ്ജയാർച്ചനയും കഴിച്ചിടുവൻ എന്നതു കേട്ടു കുളിച്ചു നിശാചരർ ചന്ദന പുഷ്പാദികളൊരുക്കിയിടിനാർ. ഉത്തമമായ ശിവലിംഗം എത്രയും വിസ്തൃതവാലുകാകൽപ്പിതവേദിയിൽ വച്ചു മണിപീഠമൂർത്തി ശിവലിംഗമർച്ചനാർത്ഥം വച്ച അഭിഷേകപൂർവകം ആചാരവാക്യോപദേശമാർഗേണ തൽപൂജാവിധാനേന ചെയ്തു ശിവാർച്ചനം. ഭക്ത്യാ നമസ്കൃത്യ നൃത്തവുമാടി നിന്നത്യന്തശുദ്ധനായി സ്തുത്വാ പലതരം. നിത്യായ നിർമ്മലാനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂദേശായ തേ നമഃ. ഞാനും ആചാര്യനും ഈശനുമൊന്നായി മനസ്സേ തോന്നിവരുന്നിതു മാമകേ. ഇങ്ങനെ വന്നിച്ചിരിക്കുന്നതിൻ മധ്യേ പൊങ്ങിവരുന്നതു കാണായിതു ജലം. പീഠവും വാളും ശിവലിംഗവുമെല്ലാം കൂടെ മറഞ്ഞഭിഷിക്തമായി വന്നിത് കഷ്ടമാഹന്ത കഷ്ടം. പുണ്യവാഹിനി പെട്ടെന്നു പൊങ്ങിയതെന്തോരു കാരണം? കീഴ്പോട്ടൊഴുകുന്ന തോയമുണ്ടോ പണ്ടു മേൽപോട്ടൊഴുകുമാറെത്രയും അത്ഭുതം.
എങ്ങനെ മേൽപോട്ടു പൊങ്ങി ജലമെന്നിങ്ങൾ തിരഞ്ഞറിഞ്ഞിങ്ങു വന്നിടുവിൻ എന്നു ശുഖസാരണന്മാരെ രാവണൻ ചെന്നറിയുവാൻ അയച്ചപ്പോൾ അവർകളും കീഴ്പോട്ടരയോജന വഴി ചൊല്ലുമ്പോൾ വായ്പോടു കാണ്ടാരൊരു നരവീരനെ അർജുന ഭൂപതി നാരീജനവുമായി മജ്ജനം ചെയ്യുന്ന നേരം കളിച്ചവൻ പഞ്ചശതദ്വയമാം കരം കൊണ്ടവൻ കിഞ്ചന കീഴ്പോട്ടയച്ചീലിതു ജലം. അങ്ങനെ വാഹിനി വേഗേന മേൽപോട്ടു പൊങ്ങിയ കാരണമെന്നവർ ചൊല്ലിനാർ. കോപിച്ചതു കേട്ടു രാവണൻ എത്രയും താപത്തൊടും പറഞ്ഞിടിനാൻ അന്നേരം അർജുനനാകുന്ന ദേവൻ അതിഷഠൻ സജ്ജനദ്വേഷകൻ കസ്മലൻ എത്രയും എങ്കിലവനെ ജയിച്ചൊഴിഞ്ഞിന്നിയെ ലങ്കയ്ക്കു പോകുന്നതില്ല ഞാൻ നിർണയം എന്നുര ചെയ്തു മഹേശ്വര പൂജയും നന്നായി സമർപ്പിയാതെ ദശകന്ധരൻ ക്രുദ്ധനായി ചെന്നങ്ങടുത്താൻ ക്രതവീരപുത്രനോടൊന്ന് യുദ്ധത്തിനു രാവണൻ തീരദേശത്തിങ്കൽ നിൽക്കുന്ന സാമന്തവീരന്മാരോട് പറഞ്ഞു ദശാനനൻ. രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ കാർത്തവീര്യാർജുനനോട് യുദ്ധത്തിനായി വന്നിതാ നിന്നു വിളിക്കുന്നതെന്നതും ചെന്നറിയിപ്പിൻ നൃപനോട് വൈകാതെ. ഭൂപതി തന്നമാത്യന്മാരതു കേട്ടു സാപഹാസം പറഞ്ഞിടിനാരന്നേരം യുദ്ധസമയമറിഞ്ഞിഹ വന്നു നീ എത്രയും നന്നുചിതജ്ഞനല്ലോ ഭവാൻ. കേളി കലർന്നു നീനാടുന്നിതു നൃപൻ നാളെയടക്കും തവമതം നിർണയം പാർത്തുകൂടാ നിനക്കെങ്കിലോ ഞങ്ങളെ ചേർത്ത മതത്തോടു കൊന്നാൽ നൃപവരൻ നിന്നോട് യുദ്ധത്തിനായി വരും നിർണയം പിന്നീടമെല്ലാം നിനക്കറിയായി വരും എന്നവർ ചൊന്ന നേരം പ്രഹസ്താദികൾ നിന്ന നൃപഭടന്മാരോട് പോർ ചെയ്താർ. യുദ്ധകോലാഹലം കേട്ടു നൃപാധിപൻ മുക്താക്ഷിമാരോടു സാദരം ചൊല്ലിനാൻ. പേടി കൂടാതെ കുളിച്ചു കരേറുവിനാടൽ കൂടാതെ ഞാനും നിമിഷം വരാം. രാവണൻ ജ്യേഷ്ഠനോട് പോർ ചെയ്ത് പുഷ്പക വിമാനത്തിലേറി വഴിയാണ് സുബ്രഹ്മണ്യൻ്റെ ജന്മസ്ഥലമായ ശരവണമലയിൽ എത്തി. അവിടെ ചെന്നപ്പോൾ ഇളകാതായ വിമാനം കണ്ട് ആശ്ചര്യതപ്തനായി അമ്പരന്ന് നിന്ന രാവണൻ്റെ മുമ്പിൽ ശങ്കരകിങ്കരനായ അന്തികേശ്വരൻ പ്രത്യക്ഷനായി. വാനരമുഖത്തോടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. വിരൂപനായി നിന്ന നന്ദികേശ്വരനെ പരിഹസിച്ച രാവണനെ വാനരന്മാർ നിന്റെ കുലത്തെ നശിപ്പിക്കുമെന്ന് ശങ്കരകിങ്കരൻ ശപിച്ചു. ആർക്കും പ്രവേശിക്കാനാവാത്ത ഇവിടെ നിന്നും ഉടൻ പോയിക്കൊള്ളുക എന്ന് നന്ദികേശ്വരൻ പറഞ്ഞത് കേട്ട് ക്രുദ്ധനായ രാവണൻ കൈലാസ ശൈലം ഉയർത്തുന്നതിന് പർവ്വതത്തിനു താഴെ കൈകൾ വച്ച് കുലുക്കി. പർവ്വതം കുലുങ്ങിയപ്പോൾ ദേവഗണങ്ങളും പാർവതീദേവിയും നിലകിട്ടാതെ വിറച്ചു. ശിവഭഗവാനാവട്ടെ തൻ്റെ കാലിൻ്റെ പെരുവിരൽ ശൈലത്തിന്മേൽ അമർത്തപ്പെട്ട മലയുടെ അടിയിലായിരുന്ന ദശാനൻ്റെ ഹസ്തങ്ങൾ ഞെരിഞ്ഞമർന്നു. ക്രോധം മൂത്ത രാവണൻ ഉറക്ക ഗർജിച്ചു. ആ ഗർജനം കേട്ട് സമുദ്രങ്ങൾ കലങ്ങി മറിഞ്ഞു, പർവ്വതങ്ങൾ കുലുങ്ങി, യക്ഷന്മാരും സിദ്ധന്മാരും വിദ്യാധരന്മാരും അമ്പരന്നു. ആകെ ഭയന്ന രാവണ സജീവന്മാർ കൃപാലുവായ മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് രാജാവിനെ ഉപദേശിച്ചു. രാവണനെ നാമസ്തോത്രങ്ങൾ കൊണ്ട് ദശാനനൻ രോദനത്തോടെ 1000 ആണ്ടുകൾ സ്തോത്രം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ശൈലാഗ്രത്തിലിരുന്ന മഹാദേവൻ പ്രീതനായി ദശാനൻ്റെ കൈകളെ മോചിപ്പിച്ചു. ശൈലത്തിനടിയിൽ കൈ ഞെരിഞ്ഞമർത്തപ്പോൾ ഉയർത്തിയ രോദന രവം കേട്ട് ലോകത്രയവും ഭയമൊന്നുമല്ലോ, ലോകരാവണനായ ലോകത്തെ നിലവിളിപ്പിക്കുന്നവനായ നിന്നെ രാവണൻ എന്നറിയപ്പെടും എന്ന് ശിവഭഗവാൻ വരമരളി. ഇന്നു മുതലായിരുന്നു ദശാനനൻ രാവണനായത്. ദേവദാനവ ഗന്ധർവന്മാരാലോ കൂടുതൽ ബലവത്തുക്കളായ ആരാലുമോ വധിക്കപ്പെടില്ലെന്ന വരം ബ്രഹ്മാവിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ആയുസ്സും വരായുധങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്നും രാവണൻ മഹാദേവനോട് യാചിച്ചു. മഹാദീപ്തിയോടുകൂടിയ ചന്ദ്രഹാസം എന്ന ഖഡ്ഗവും കൂടുതൽ ദീർഘായുസ്സും ഭൂപതി നൽകി. ഇതിനെ ധിക്കരിച്ചാൽ ഇത് എന്നിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. രാവണൻ അതിനുശേഷം തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി ഭൂതലം മുഴുവൻ ചുറ്റിയെടുത്ത് നടക്കുകയാണ്.
വീരന്മാരായ ക്ഷത്രിയരെ മുഴുവൻ ദ്രോഹിച്ചു. എതിർത്തവരെ വംശത്തോടെ നശിപ്പിക്കുകയും ചിലരെ അടിയറവ് പറയിപ്പിക്കുകയും ചെയ്തു. ഹിമവനത്തിലെത്തി ചുറ്റിയടിക്കുന്ന സമയം കുശധ്വജ മഹർഷിയുടെ പുത്രിയായ വേദവതി എന്ന അതിസുന്ദരിയായ കന്യകയെ കണ്ടു. വിഷ്ണുവിനെ ജാമാതാവായി ലഭിക്കണമെന്ന ആഗ്രഹത്താൽ പിതാവ് വേദവതിയെ മറ്റാർക്കും നൽകാതിരുന്നതിൽ കുപിതനായ ശംഭുവെന്ന ദൈത്യ മഹർഷിയെ വധിക്കുകയും വേദവതിയുടെ മാതാവ് അതിനുശേഷം അഗ്നിപ്രവേശവും ചെയ്തു. താൻ പിതാവിൻ്റെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി വിഷ്ണു ഭഗവാനെ തന്നെ മനസ്സിൽ വരിച്ച് കഴിയുകയാണെന്ന് വേദവതി രാവണനോട് പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ രാക്ഷസൻ വിഷ്ണു ആരാണെന്നെല്ലാം ഭർഷിച്ചുകൊണ്ട് തൻ്റെ കാമപൂരണത്തിനായി അവളുടെ മുടിയിൽ പിടിച്ചു. തൻ്റെ തപശക്തിയാൽ കൈ വാളാക്കി സ്വന്തം മുടി മുറിച്ച ആ കന്യക ഇനിയും താൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നിന്നെ വധിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനിയും ജനിക്കുമെന്നും പറഞ്ഞ് അഗ്നിയിൽ ചാടി ജീവനൊടുക്കി. അവൾ തന്നെയാണ് അയോനിജയായി പിറന്ന ജനകപുത്രി സീത എന്നും അഗസ്ത്യമുനി പറഞ്ഞു. അങ്ങ് നാരായണനും. വേദവതിയുടെ അഗ്നിപ്രവേശനത്തിന് ശേഷം വീണ്ടും ലോകം ചുറ്റി നടന്ന രാവണൻ ഉഷീരബീജമെന്ന സ്ഥലത്തെത്തി. അവിടെ മരുത്തൻ എന്ന രാജാവ് നടത്തിയിരുന്ന യജ്ഞശാലയിലെത്തി. ദുർജയനായ രാവണനെ കണ്ട് അവിടെ സന്നിഹിതരായിരുന്ന ദേവന്മാർ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ രൂപം പൂണ്ടു. ഇന്ദ്രൻ മയിലായും യമൻ കാക്കയായും വരുണൻ ഹംസമായും ധനാധ്യക്ഷൻ ഓന്തായും മാറി. യുദ്ധം ചെയ്യാനൊരുങ്ങിയ രാജാവിനെ യജ്ഞം മുഴുമിപ്പിക്കാതെ യുദ്ധത്തിനൊരുങ്ങുന്നത് കുലം മുടിയുന്നതിന് കാരണമാകുന്ന യജ്ഞപുരോഹിതനായിരുന്ന സംവർത്ത മഹർഷി പറഞ്ഞതനുസരിച്ച് രാജാവ് പിൻവാങ്ങി. രാജാവ് തോറ്റെന്നുള്ള ഹർഷത്താൽ രാവണൻ യജ്ഞത്തിലുണ്ടായിരുന്ന മഹർഷിമാരെയൊക്കെ ഭക്ഷണമാക്കിയിട്ട് വീണ്ടും ലോകം ചുറ്റാനിറങ്ങി. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. രൂപം മാറി വന്ന ദേവന്മാർ താന്താങ്ങൾ മാറിയ പക്ഷികളെ അനുഗ്രഹിച്ചു. 1000 കണ്ണുകൾ പീലികളിൽ തെളിയുന്നതിനും സർപ്പഭയമില്ലാതിരിക്കുന്നതിനും ഇന്ദ്രൻ മയിലിനെ അനുഗ്രഹിച്ചു. യമരാജാവാകട്ടെ രോഗപീഠകളൊന്നും ഉണ്ടാവില്ലെന്നും മരണഭയം ഉണ്ടാവില്ലെന്നും യമലോകത്തിലെ മനുഷ്യർക്ക് വിശക്കുമ്പോൾ ഭവാൻ ഭക്ഷിച്ചാൽ അവരുടെ വിശപ്പ് മാറുമെന്നും കാക്കകളെ അനുഗ്രഹിച്ചു. വെൺകാന്തിയാൽ മനോഹരമായ ശരീരത്തോടു കൂടി ജലത്തിൽ സഞ്ചരിക്കുന്നവനായി കാന്തിമാനായി കഴിയുന്നതിന് വരണദേവൻ ഹംസത്തെയും അനുഗ്രഹിച്ചു. വൈശ്രവണനാകട്ടെ ഓന്തിന് ഹിരണ്യവർണ്ണം നൽകി അനുഗ്രഹിച്ചു. രാവണൻ ലോകം മുഴുവൻ നടന്ന് രാജാക്കന്മാരെ വെല്ലുവിളിച്ചു. എല്ലാ രാജാക്കന്മാരും തന്നെ തങ്ങളുടെ പരാജയം ഏറ്റുപറഞ്ഞ് യുദ്ധത്തിൽ നിന്നും പിന്മാറി. അപ്പോൾ അയോധ്യാധിപതിയായിരുന്ന അനരണ്യൻ എന്ന രാജാവ് യുദ്ധത്തിനൊരുങ്ങിയെത്തി. അതിഘോരമായി അനേകനാൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ അനരണ്യൻ്റെ സൈന്യത്തെ രാവണ സൈന്യം പാടെ നശിപ്പിച്ചു. രാവണനും രാജാവും നേരിട്ട് പൊരുതി. രാവണൻ്റെ അമാത്യന്മാരെല്ലാം രാജാവിനോട് തോറ്റ് ഓടിപ്പോയി. രാജാവിൻ്റെ മൂർധാവിൽ കൈത്തലം കൊണ്ട് പ്രഹരിച്ച് രാവണൻ അദ്ദേഹത്തെ വീഴ്ത്തി. പൊരുതിക്കൊണ്ടിരിക്കെ ഹതനായ തന്നെ കാലമാണ് തോൽപ്പിച്ചത്. ഇക്ഷ്വാകുകുലത്തിൽ ദശരഥപുത്രനായി പിറക്കുന്ന രാമൻ നിന്നെ പ്രാണനെടുക്കും എന്ന് പറഞ്ഞ് രാജാവ് സ്വർഗസ്ഥനായി. ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, ആഹാ, രാവണനെ തോൽപ്പിക്കാൻ ഭൂമിയിൽ ഒരു രാജാക്കന്മാരും ഇല്ലായിരുന്നു എന്നാണോ അങ്ങ് പറയുന്നത്? അത്ര അശക്തരായിരുന്നു ഈ ലോകത്തെ രാജാക്കന്മാരെല്ലാവരും എന്ന്. അപ്പോൾ രാവണൻ തോറ്റ കഥ അഗസ്ത്യമുനി പറയുന്നു. മാഷ്മതിപുരം ഭരിക്കുന്ന കാർത്തവീര്യാർജൻ്റെ അടുത്ത് രാവണൻ യുദ്ധത്തിനെത്തിയ കഥ പറയുന്നു. പുഷ്പകവിമാനത്തിൽ തൻ്റെ അനുചരന്മാരോടൊപ്പം ആകാശചാരിയായി ഇങ്ങനെ നടക്കുമ്പോഴാണ് നർമ്മദാ നദി കാണുന്നത്. നർമ്മദയുടെ ആ തീരം, നർമ്മദ ഒഴുകുന്നതൊക്കെ കണ്ട് എത്ര മനോഹരം എന്നൊക്കെ പറഞ്ഞ്, എങ്കിൽ നമ്മൾ യുദ്ധം കഴിഞ്ഞ് വരുന്നല്ലേ, എത്ര പേരോടാണ് യുദ്ധം ചെയ്തത്, അതൊക്കെ കഴിഞ്ഞ് വരുമായിരുന്നു, നമുക്കിവിടെ ഇറങ്ങി കുളിച്ച് പൂജയൊക്കെ ചെയ്തിട്ട് പോകാം എന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങി എല്ലാവരും പുളിയൊക്കെ കഴിഞ്ഞ് രാവണന് വേണ്ടിയിട്ട് പൂജ ചെയ്യാനായിട്ട് പുഷ്പങ്ങളും ചന്ദനവും ഒക്കെ കൊണ്ടുവച്ചിരുന്നു. അതുമൊക്കെ എടുത്ത് ഒരു ശിവലിംഗം എടുത്ത് അവിടെ വച്ച് രാവണൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം ശക്തമായിട്ടിങ്ങനെ പൊങ്ങി വരുന്നു. വലിയൊരു വെള്ളപ്പൊക്കം. പൂജാസാധനങ്ങളും രാവണനും എല്ലാം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ,
20 കൈകൊണ്ടൊത്തു തുഴഞ്ഞു കരപറ്റാഞ്ഞു കരങ്ങൾ കുഴഞ്ഞു 20 വഞ്ചികൾ കെട്ടിമുറുക്കിയ പെരിയൊരു വഞ്ചി കണക്കെ രാവണനൊരു വണ്ണം കരപറ്റിക്കയറി തെരുതെര വണ്ടി ദൂരച്ചെന്നു എന്ന് ആ ഒരു ഭാഗം അത് ഈ കർത്തവീര്യാർജുനനോട് തോൽക്കാൻ ചെന്ന ആ ഒരു കഥയാണ്. ഈ കീഴ്പോട്ട് മാത്രം ഒഴുകുന്ന ജലമെന്താ ഇന്ന് ഈ മേൽപോട്ട് ഒഴുകുന്നത് എന്ന് അമ്പരന്ന് രാവണൻ സുഖസാരണന്മാരോട് പറഞ്ഞു. ചെന്ന് നോക്കാം എന്താ കാര്യം എന്നൊന്ന് നോക്കിക്കേ. ഉടനെ അവർ പോയി. എന്നിട്ട് ഒന്ന് പറഞ്ഞു, ഈ നാട്ടിലെ രാജാവ് കാർത്തവീര്യാർജുനൻ സ്ത്രീകളോടൊത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 1000 കൈകൾ കൊണ്ട് ഈ വെള്ളം തടഞ്ഞു നിർത്തി ഇരിക്കുകയായിരുന്നു. അത് അഴിച്ചുവിട്ടപ്പോഴാണ് പറഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവനെ തോപ്പിച്ചിട്ട് തന്നെ കാര്യം, എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ രാവണൻ്റെ കൂടെയുള്ള രാക്ഷസന്മാരും രാവണനും കൂടി ചെന്ന് അവരുടെ ഭടന്മാരോട് യുദ്ധം ചെയ്തു തുടങ്ങി. അപ്പോഴേക്കും ആകെ ബഹളം കേട്ട് കർത്തവീര്യാർജുനൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ കുളിച്ചിട്ട് കയറി പോരെ, ഞാൻ ഇപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി എത്തുന്നു. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നാളെ രാവണ കാർത്തവീര്യ യുദ്ധം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.